ഡോഹയും ഗോണും കൂടി ചേർന്നിട്ട് ഓഫീസിലൊക്കെ എത്തിയിരിക്കുകയാണ്. സ്റ്റാഫ്സിനാകട്ടെ അവരെ ഒന്നിച്ചു കണ്ടതിന്റെ എല്ലാ സന്തോഷവും ഉണ്ടായിരുന്നു. അവരേതോ ട്രിപ്പിനൊക്കെ പോയതായിരുന്നു എന്നാണ് തോന്നുന്നത് എന്നൊക്കെ സീനിയർ സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും ജൂനിയർ സ്റ്റാഫും അവരെന്തൊക്കെയോ കഷ്ടതയിലൂടെയാണ് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഒന്നിച്ചു നിന്നത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേക്കും അതൊന്നും തന്നെ വിശ്വസിക്കുവാനായിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫ്സും തയ്യാറാകുന്നില്ല. ഗോണിനെ വീണ്ടും കണ്ടതിന്റെ എല്ലാ സന്തോഷവും സെഹൂണിനുണ്ടായിരുന്നു. നീ വീണ്ടും ഇതുപോലെ അപ്രതീക്ഷിതനൊക്കെ ആകുവാനായിട്ട് നോക്കുകയാണെങ്കിൽ അടുത്ത തവണ ഞാൻ ഉറപ്പായിട്ടും ഇതൊന്നും വെറുതെ വിടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്യോഹോണും കോണെ ഹഗ് ചെയ്യുന്നു. ഗ്യാങ്സ്റ്റർ ടീമിന്റെ ബിസിനസ് ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവരും കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അവിടേക്ക് ഗോവൺ കൂടി എത്തിയിട്ടുണ്ടായിരുന്നത്. ഗോവണിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഗ്യാങ്സ്റ്റർ ടീമിലെ എല്ലാവരും സന്തോഷം കൊണ്ട് കരയുകയാണ്. ഗോവണിനും ഫുഡിന് പണം കൊടുക്കുവാനായിട്ടൊന്നും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഫ്രീ ആയിട്ടൊക്കെയാണ് ഗോവണിന് ഫുഡ് കൊടുക്കുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്വത്തിന്റെ പകുതിയോളം ഡോഹിയുടെ പേരിലാണ് ഉള്ളതെന്ന സത്യമൊക്കെ സുവാനും മനസ്സിലാക്കുകയാണ്. എന്തായാലും അങ്ങനെ തോറ്റു കൊടുക്കുവാനൊന്നും സുവാൻ തയ്യാറായിരുന്നില്ല. സുവാനും ജസ്റ്റിനെയും ഓസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്കൊക്കെ എത്തുന്നു. ഡോഹിയുടെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഡോഹിയുമായിട്ട് കുറച്ച് ഫാമിലി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മക്കളെയും കൂട്ടിക്കൊണ്ട് സുവാൻ ഡോഹിനെ കാണുന്നത്. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതായിട്ടില്ല. ഇനി എല്ലാ കാര്യത്തിലും നിന്നെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും. ജസ്റ്റിനും ഓസ്റ്റിനും ഇപ്പോൾ ഒരു ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരും കൂടി നിന്റെ വലത്തും എടുത്തും നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും സുവാനെ ഡോഹി റൂമിൽ നിന്നും പുറത്താക്കുന്നു. നീ എന്നെങ്കിലും എന്റെ സത്യസന്ധത മനസ്സിലാക്കും. അന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഒരു ഫാമിലി എന്ന നിലയ്ക്ക് ഞങ്ങൾ 3 പേരും ഉണ്ടാകുമെന്നൊക്കെ സുവാനും പറയും. ഫാമിലി എന്നൊക്കെ സുവാൻ പറഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു സുഗ്മിനെ കുറിച്ചൊക്കെ ഡോഹി ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സുഗ്മിനെ കാണുവാനായിട്ട് ഡോഹിയും എത്തുന്നു. നിന്റെ ചുറ്റുമുണ്ടായിരുന്ന നിന്നെ സ്നേഹിച്ച എല്ലാവരും തന്നെ മരണപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നീ ഇപ്പോഴും സന്തോഷിക്കാണോ ജീവിക്കുന്നത്? നിന്റെ മനസ്സ് അത്രയ്ക്ക് കല്ലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുക്മിനും അവളെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ അവളാകട്ടെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. നിനക്ക് എന്നെ തകർക്കുവാനായിട്ട് സാധിച്ചില്ല. ഗോൺ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന കാര്യമൊക്കെ അവളും തുറന്നു പറയുന്നു. നിനക്ക് ആകെ തകർക്കുവാനായിട്ട് സാധിച്ചത് നിന്നെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഡോഹി പോയി കഴിയുമ്പോഴത്തേക്കും സുക്മിനും ആകെ വയലന്റ് ആകുന്നു. പിന്നീട് എങ്ങനെയും ഡോഹിനെയും ഗുവോണിനെയും ഇല്ലാതാക്കണമെന്ന ആഗ്രഹമൊക്കെ ആയിരുന്നു അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതെങ്കിൽ പോലും സെല്ലിൽ കിടക്കുന്ന അവനാകട്ടെ അമ്മ അവനെ കാണുവാനായിട്ട് എത്തിയതായിട്ടൊക്കെ അവന് തോന്നുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ അവനും പെരുമാറുന്നു. വീട്ടിലെ മൊത്തത്തിലുള്ള സാധനങ്ങളൊക്കെ മാറ്റുകയായിരുന്നു സുക്മിന്റെ വൈഫ്. അങ്ങനെ ഇരിക്കെ മാക്കിന്റെ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോഴത്തേക്കും അത് ഇവിടെ നിന്ന് മാറ്റിക്കോളാനൊക്കെ അവളും പറയുന്നുണ്ട്. ഇനി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഫോട്ടോ ഒക്കെ താഴേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഒക്കെ വൈഫും കാണിക്കുകയാണ്. അവളും മകനും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു അവനും സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ 10 വർഷം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു സംഭവം കാണിക്കുന്നു. ഡോഗ്യുങ് ആകട്ടെ പഠിക്കുന്ന സമയത്ത് ജിമ്മിലൊക്കെ പോകുവാനായിട്ട് റെഡിയായി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു നേരത്തൊക്കെ നീ എന്തിനാണ് ജിമ്മിൽ പോകുന്നതെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ അവനെയും അമ്മനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പോകുന്നതെന്ന മറുപടിയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവന്റെ കയ്യിലെ മുറിവൊക്കെ കാണുന്ന അമ്മയും അവൻ ഓടിപ്പോയി മരുന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുത്ത മരുന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഇപ്പോൾ ആകട്ടെ അതെല്ലാം ഓർക്കുന്ന സുഗ്മിന്റെ വൈഫും ഒരുപാട് കരയുകയാണ്. ഗായങ്ങും ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഗായങ്ങിനെ പറഞ്ഞയക്കുവാനായിട്ട് ബോഗുവിന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ പറഞ്ഞയക്കുന്ന രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു അവളെ അയക്കുവാനായിട്ട് ശ്രമിക്കുന്നതും. അപ്പോഴേക്കും അവിടെ ഗുവോണും എത്തുന്നു. ഇംഗ്ലണ്ടിൽ ഒരുപാട് മഴയൊക്കെ പെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു കുടയൊക്കെയാണ് അവൾക്ക് ഗുവോൺ നൽകുന്നതും. അങ്ങനെ ഇരിക്കെ അവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് കുടയൊക്കെ മേടിക്കാമല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഓരോ മഴ വരുന്ന സമയത്തും ഈ ഒരു കുടയൊക്കെ നീ നിവർക്കണം. അങ്ങനെ കുട നിവർത്തുമ്പോഴത്തേക്കും നീയും ഗുവോണിനെ കുറിച്ച് ആലോചിക്കണം. അതിനുവേണ്ടിയാണ് അവൻ ഈ കുടയൊക്കെ നൽകുന്നതെന്ന് ബോക്യു പറയുന്നു. പക്ഷെ ബോക്യുവിനോട് അങ്ങനെയൊന്നും താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവനും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നീ തിരിച്ചു വരുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ നിനക്ക് വരുവാനായിട്ട് സാധിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുവോണും ബോക്യവും കൂടി ചേർന്നിട്ട് അവളെ പറഞ്ഞയക്കുന്നു. അവളും വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ പോകുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് അവസാനമായിട്ട് അവളുടെ വീട് വരെ ഒന്ന് വരണമെന്ന് അവൾക്കും തോന്നുകയാണ്. അങ്ങനെ അവളും വീടിന് മുമ്പിലൊക്കെ നിന്നിട്ട് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കുട്ടി ഓടി അവളുടെ അടുത്തേക്കൊക്കെ വരുന്നു.
ആ കുട്ടിയും ഒരുപാട് പേടിച്ചിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കാലിലൊരു ചെരുപ്പ് പോലും ഇല്ലാതെ ആ കുട്ടി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ ഒരു പന്തികേടൊക്കെ അവൾക്കും ഫീൽ ചെയ്യുകയാണ്. ആ കുട്ടിയുടെ പിറകെ ഒരാൾ വരുമ്പോഴത്തേക്കും അയാളും ആ കുട്ടിയുടെ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയിരിക്കെ നിങ്ങളായിരുന്നോ ഇവളെ തല്ലിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുന്നു. പക്ഷെ അയാളും വീണപ്പോൾ പറ്റിയ മുറിവുകളായിരുന്നു അവളുടെ ശരീരത്തിൽ ഉള്ളതെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഗായിങ് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് പോലീസിനെ കോൾ ചെയ്യുന്നു. ഒരു ചൈൽഡ് അബ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുവാനായിട്ടാണ് വിളിക്കുന്നതെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അയാളും അവളെ തല്ലുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവളും കയ്യിലുണ്ടായിരുന്ന കുട വെച്ചിട്ട് അയാളെ ബ്ലോക്ക് ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ഇരിക്കുന്ന അയാളാകട്ടെ ഞാൻ ആ കുട്ടിയുടെ അച്ഛനാണ്, ഞാൻ അവളെ ഡിസിപ്ലിനൊക്കെ പഠിപ്പിക്കുവാനായിട്ട് നോക്കിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഗായിങ്ങിനും ഫ്ലൈറ്റ് ഒക്കെ പോകാറായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും ചെന്നില്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും ഇംഗ്ലണ്ടിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയിരിക്കെ അവളും അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം വൈകാതെ തന്നെ തിരിച്ചെത്തുന്ന അവളാകട്ടെ ആ കുട്ടിക്ക് ഇടുവാനായിട്ട് 2 ഷൂസ് ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നു. ആ കുട്ടിയും നീ ഏഞ്ചൽ ആണോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവളും പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളും അതെ എന്നൊരു മറുപടിയൊക്കെ ആ കുട്ടിക്ക് നൽകുന്നു. പിന്നീട് അവളും അവളുടെ ഫോൺ നമ്പറൊക്കെ കുട്ടിക്ക് നൽകിയതിനു ശേഷം എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. അതിനുശേഷം ഗോൺ പറഞ്ഞ ആ ഒരു കാര്യം കാണിക്കുകയാണ്. അതായത് മാലാഖമാർ ഒരിക്കലും നിന്നെ രക്ഷിക്കുവാനായിട്ട് വരികയില്ല എന്നത്. പക്ഷെ ഇപ്പോൾ ഗായങ്ങ് പറയുന്നത് മറ്റൊന്നാണ്. എപ്പോഴും മാലാഖമാർ നിന്നെ രക്ഷിക്കുവാനായിട്ട് വരും. അത് കേൾക്കുന്ന ആ ഒരു കുട്ടിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു. നിനക്ക് പോകേണ്ടേ എന്നൊക്കെ ടാക്സി ഡ്രൈവർ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കിവിടെ തീർക്കുവാനായിട്ട് കുറച്ചും കൂടി ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളും ഇംഗ്ലണ്ടിലേക്ക് പോകുവാനായിട്ട് മടിച്ചു നിൽക്കുന്നു. സുഗ്മിന്റെ വൈഫും ഡോഹിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചൈൽഡ് അബ്യൂസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് അതിനെ തടയുവാനായിട്ട് ഒരു സംഘടനയൊക്കെ ഇപ്പോൾ അവളും രൂപീകരിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. നീയും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ സുഗ്മിന്റെ വൈഫും ഡോഹിയോട് പറയുന്നു. എന്തായാലും ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് എന്താവശ്യമുണ്ടെങ്കിലും തന്നെ അറിയിക്കുവാനായിട്ട് മടിക്കരുതെന്നൊക്കെ അവളും പറയുന്നുണ്ട്. പുതിയ വർഷമൊക്കെ തുടങ്ങിയ സമയത്ത് ടാരോ റീഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്ന ലേഡി സ്റ്റാഫിനാകട്ടെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടുമെന്നായിരുന്നു അതിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ വർഷം തീരാറായിട്ട് പോലും തനിക്ക് ഇതുവരെയും ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സീനിയറും ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളും ഇരിക്കുന്നത്. ന്യൂ ഇയറിന്റെ അന്ന് ഒരു ടീം ഡിന്നർ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്താലോ എന്നൊക്കെ സീനിയർ സ്റ്റാഫ് ചോദിക്കുമ്പോഴത്തേക്കും ലേഡി സ്റ്റാഫും അതിനോട് യോജിക്കുന്നു. പക്ഷെ ജൂനിയർ സ്റ്റാഫ് തന്റെ ഫാമിലിയുടെ കൂടെയാണ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞതിന് ശേഷം സീനിയറിനോട് ഫാമിലിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സീനിയറിനും ഒരു ഫാമിലി ഇല്ല എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജൂനിയർ സ്റ്റാഫ് കൂടി അവരുടെ കൂടെ ടീം ഡിന്നറിന് കൂടുന്നു. ബോക്കും ഹെൽമെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഒളിച്ചും പാത്തും ഒക്കെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കാണുന്ന സെക്രട്ടറിയും അവനെയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെ മുമ്പിലേക്കായിട്ട് ചെല്ലുന്നു. എനിക്ക് നിങ്ങൾ എല്ലാവരോടുമായിട്ട് ഒരു സത്യമൊക്കെ തുറന്നു പറയുവാനായിട്ടുണ്ട്. ഞാനും ബോക്കിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയും ബോക്കിനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോഴെങ്കിലും നീ ഈ ഒരു കാര്യമൊക്കെ തുറന്നു പറഞ്ഞല്ലോ എന്നായിരുന്നു സ്റ്റാഫ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും നാളും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെയൊക്കെ അഭിനയിച്ച് മടുത്തുവെന്നായിരുന്നു അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നിങ്ങളും ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. പക്ഷെ അത് ഞങ്ങളായിട്ട് കണ്ടെത്തിയതല്ല എന്ന് പറഞ്ഞ് നടന്ന മറ്റൊരു സംഭവമൊക്കെ അവരും പറയുകയാണ്. അതായത് 3 സ്റ്റാഫ്സും കൂടി ഒന്നിച്ച് ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു ബോഗ്യവും സെക്രട്ടറിയും കൂടി ഒന്നിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ അവരുടെ ശ്രദ്ധയിലും പെടുന്നത്. അപ്പോഴായിരുന്നു അവരും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഇനി 4 മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു സീനൊക്കെ കാണിക്കുകയാണ്. ഒരാള് ഗോന്റെ കയ്യിൽ പെടാതിരിക്കുവാനായിട്ട് പല പല വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഓടിയിട്ടും അയാൾ നേരെ ചെന്ന് എത്തുന്നത് ഗോവന്റെ മുമ്പിലായിരുന്നു. അയാളും ഇപ്പോൾ ഗോവന്റെ കാലിൽ വീണ ഒരു കാലുവയ്ക്ക് അഭ്യർത്ഥിക്കുകയാണ്. അതായത് എന്റെ അമ്മ മരിക്കാറായി കിടക്കുകയാണ്. അമ്മ ഒരു അസുഖക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇല്ല എങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടി പോകും. അതുകൊണ്ട് തന്നെ അവർ മരിച്ചതിന് ശേഷം മരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ ആയിരുന്നു അയാൾ പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ബോക്യോന്റെ ഒരു കോളൊക്കെ ഗോണിന് വരുന്നത്. ഇപ്പോൾ ഗോൺ കൊല്ലുവാനായിട്ട് പോകുന്ന ആളാകട്ടെ അയാളുടെ അമ്മേനെ സ്ഥിരമായിട്ട് തല്ലുന്ന ഒരു വ്യക്തിയാണ്. പോലീസിന്റെ അടുത്ത് 10ഓളം കംപ്ലൈന്റ്സ് ഇതുവരെ എത്തിയിട്ടുമുണ്ട്. പിന്നെ അയാളാകട്ടെ അയാളെ കൂടുതൽ സ്ട്രോങ് ആക്കുവാനായിട്ടായിരുന്നു ഗോവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തികച്ചും ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ബോക്കിന്റെ അടുത്തുനിന്ന് അറിയുന്ന ഗോവാൻ ആകട്ടെ ഇത്രയും വലിയൊരു വൃത്തികെട്ടവനായതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവനെയും കൊല്ലുന്നു. മെറേ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ തുടങ്ങുവാനായിട്ട് ഇരിക്കുകയാണ്. ചെയർമാൻ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. സുഹാനും ഇപ്പോൾ വെയിറ്റ് ഒക്കെ കുറിക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ്. അതായത്
ഭക്തിയിലൂടെ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത്. ബോഡിയൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഇരിക്കുന്നു. മിറൈ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അത് സ്യോഹൂൺ ആണ്. അവനാകട്ടെ ഒരു ഷോർട്ട് കട്ടിലൂടെയും പണം ഉണ്ടാക്കേണ്ട എന്നൊരു നിലപാടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന് ചെയ്തും കൊടുക്കുന്നുണ്ട്. എങ്ങനെ ആയിരുന്നോ പണ്ട് മാടച്ചു ഉണ്ടായിരുന്നപ്പോൾ കമ്പനി പോയിക്കൊണ്ടിരുന്നത്, ആ ഒരു രീതിയിലേക്ക് കമ്പനി മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രതിസന്ധി ഉണ്ടായ ഘട്ടങ്ങളിൽ പോലും മാടഞ്ചുവിന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ ആയിരുന്നു ഡോഹി ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഡോഹിക്ക് മാടഞ്ചുവിന്റെ വിൽപത്ര പ്രകാരം ഈ ഒരു ചെയർമാൻ പൊസിഷനൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് കുറച്ച് മടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെയർമാൻ സ്ഥാനമൊക്കെ സിഹോണിന് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ നിങ്ങളുടെ മിറൈ ഗ്രൂപ്പിന്റെ അത്രത്തോളം വലുതാക്കി എന്റെ കമ്പനി മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ ഡോഹിയും സിഹോണിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആയിരുന്നു സുവാനും ജസ്റ്റിന്റെയും മൊസ്റ്റിന്റെയും കാര്യം പറയുവാനായിട്ടൊക്കെ നേരെ സിഹോണിന്റെ അടുത്തേക്ക് എത്തുന്നത്. ജസ്റ്റിനും മുസ്റ്റിനും ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കും. ഫ്യൂച്ചറിൽ നിന്റെ വലത്തും എടുത്തു നിന്ന് നിന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവാനും കുറേയധികം കാര്യങ്ങളൊക്കെ സിഹുന്റെ അടുത്ത് പറയുകയാണ്. ഇതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നു നേരത്തെ ഡോഹിയുടെ അടുത്തും സുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കുറച്ച് ലൈൻസ് എങ്കിലുമായിട്ട് വരുവാനായിട്ടൊക്കെ ഡോഹിയും അവളുടെ അടുത്ത് പറയുന്നു. ഡോഹിയും ഇപ്പോൾ പ്രോസിക്യൂട്ടറിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അയാളാകട്ടെ സുക്കിന് ജാമ്യമൊന്നും കിട്ടുവാനായിട്ട് ഒരു സാധ്യതയും ഇല്ല എന്നൊക്കെ അറിയിക്കുന്നു. മാഡം ജൂന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ടു പോകാമെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു അവളോടും പെട്ടെന്ന് വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന സത്യം പ്രോസിക്യൂട്ടറും അവളെ അറിയിക്കുന്നു. മാഡം ജുവും ആ ഒരു സത്യമൊക്കെ അവളോട് തുറന്നു പറയുകയായിരുന്നെങ്കിൽ അവൾക്കും മരിക്കുന്നതിന് മുമ്പായിട്ട് മാഡം കുറെ അധികം സ്നേഹമൊക്കെ നൽകുവാനായിട്ട് സാധിച്ചേനെ. എന്തായാലും മാഡം ജു വിഷമിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ. എന്റെ കൂടെ നിൽക്കുവാനായിട്ട് എനിക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാഡം ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നൊക്കെ അവളും പറയുന്നു. വർഷങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോകുമെന്നൊക്കെയാണ് ഗോൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോഹിയും ഒരു കേക്കൊക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും കേക്കൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നീ ഇനി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുവാനായിട്ട് പാടുള്ളൂ. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാക്കണമെന്നൊക്കെ ഗുവോണും ഡോഹിയോട് പറയുന്നു. ഡോഹിയുമായിട്ടുള്ള ഒരു വഴക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുവോണും ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തുന്ന അവനാകട്ടെ നീ ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോക്കിനെ ഉപദേശിക്കുന്നു. ഡോഹി തോന്നിയ പോലെയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അവനും അവന്റെ ബുക്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ അകത്താകട്ടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഡോഹിയും. ഡോഹിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ ഗോൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെ ഡോഹി ഉണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അവൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുണ്ടെന്നൊക്കെ ഗുവോണിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ബോക്കിയും ഡോഹിയുടെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഇനി ഗുവോണാകട്ടെ അവളെ സോപ്പിട്ട് അവളുടെ പിറകെയൊക്കെ നടക്കുന്നുമുണ്ട്. ഡോഹിയും വീട്ടിലേക്കൊക്കെ ഒരു ദിവസം ലേറ്റ് ആയിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുവോൺ അതിന്റെ പേരിൽ വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ്. ഗുവോണും വർക്ക് കാരണം ലേറ്റ് ഒക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോഴത്തേക്കും മനുഷ്യർ ചെയ്യുന്ന ജോലിയും അവൻ ചെയ്യുന്ന ജോലിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും തർക്കിക്കുന്നു. ഡോഹിയും പിണങ്ങി പോയി കഴിയുമ്പോഴത്തേക്കും ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുന്ന ഗുവോണും അവളുടെ പിണക്കമൊക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നു. സിയോഹോണും ഗായങ്ങും ഒന്നിച്ചിരുന്ന് കോഫിയൊക്കെ കുടിക്കുന്നതായിട്ടും കാണിക്കുന്നു. എത്രയൊക്കെ അടി കൂടിയിട്ടുണ്ടെങ്കിലും ഡോഹിയുടെയും ഗോഡിന്റെ പിണക്കമൊക്കെ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോഡ് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കണ്ട് ചിരിക്കുകയാണ്. നേരത്തെ ഗോഡ് എന്നായിരുന്നു തൊപ്പിയിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ആകട്ടെ ഗുഡ് എന്നാണ് അവളുടെ തൊപ്പിയിലുള്ളതും. വളരെ സീരിയസ് ആയിട്ടൊക്കെ സ്റ്റാഫ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡോഹിയും അവിടെ വന്ന് ഒരു ചെറിയ കോമഡി ഒക്കെ പറഞ്ഞതിന് ശേഷം അവരോടും വീട്ടിലേക്ക് പൊയ്ക്കോളുവാനൊക്കെ പറയുന്നു. കുട്ടികളുടെ കൂടെ നിന്ന് ഗോൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗോണിനെ തേടി ഡോഹിയും എത്തുകയാണ്. അപ്പോഴാകട്ടെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അവരവരെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഞങ്ങളെ തന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവർ കിസ്സും ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടിയാണ് മൈൻഡ് മോൺ എന്ന സീരീസ് ഒക്കെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഡ്രാമയുമായിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.